ഇസ്ലാമിക ലോകത്ത് ചില പണ്ഡിതന്മാർ ഈ ഒരു ദീനി ആദർശം തങ്ങളുടെ അളവിൽ പകർത്തിയതും സ്വീകരിച്ചതും നമുക്ക് വായിക്കാനാവും. ഉദാഹരണമായി അബുൽ ഹസനുൽ അഷ്അരി റഹ്മത്തുള്ളാഹി അലൈഹി, അലി ഇബ്നു ഇസ്മായിൽ എന്നു പേരുള്ള ഇമാം അബുൽ ഹസനുൽ അഷ്അരി, അൽ അഷ്അരിയ എന്ന് പറയുന്ന ത്വരീഖത്ത് തന്നെ ചേർക്കപ്പെടുന്നത് ഈ ഇമാമിലേക്കാണ്. അദ്ദേഹം ആദ്യം മുഅ്തസിലി ചിന്താഗതിക്കാരനായിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ നിന്ന് ഏറെ അകലം നിൽക്കുന്ന ഒരു ചിന്താപ്രസ്ഥാനമാണ് മുഅ്തസിലത്ത്. 40 വർഷം അബുൽ ഹസനുൽ അഷ്അരി ആ പ്രസ്ഥാനത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് തെറ്റി അഷ്അരിയത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. അഷ്അരിയത്തും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് ദൂരം നിൽക്കുന്ന മറ്റൊരു ചിന്താപ്രസ്ഥാനമാണ്. രണ്ടു കൂട്ടരിലും കടുത്ത അപരാധങ്ങളുണ്ട്, ആദർശ വ്യതിയാനവുമുണ്ട്. മുഅ്തസിലികളുടേത് കൂടുതൽ കടുത്തതാണ്, അഷ്അരികളുടേത് ചിലത് ഏറെ കടുത്തതാണ്, അവരുടെ വീഴ്ചകളും വ്യതിയാനങ്ങളും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ അബുൽ ഹസനുൽ അഷ്അരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ചിന്താപ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിയുകയുണ്ടായി. 40 വർഷം അതിൻ്റെ ആദർശ പ്രചാരകൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇമാം തൗബ ചെയ്തു, പശ്ചാത്തപിച്ചു. നല്ല മനസ്താപമുള്ളവനായി അദ്ദേഹം ചെയ്തത് മസ്ജിദിൽ പ്രവേശിച്ച് മിമ്പറിൽ കയറി എന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചു: അയ്യുഹന്നാസ് മൻ അറഫനി ഫഖദ് അറഫനി വമൻ ലം യഅരിഫ്നി ഫഅന അബുൽ ഹസനുൽ അഷ്അരി. ജനങ്ങളെ, എന്നെ തിരിച്ചറിഞ്ഞവർ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, എന്നെ തിരിച്ചറിയാത്തവർ മനസ്സിലാക്കുക, ഞാൻ അബുൽ ഹസനുൽ അഷ്അരിയാകുന്നു. ലഖദ് തഖല്ലൈതു അൻ അഖീദത്തിൽ ഇഅ്തിസാൽ, ഞാൻ മുഅ്തസിലി ആദർശത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു. കമാ തഖല്ലൈതു അൻ ഹാദ സൗബ്, ഈ വസ്ത്രത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞതുപോലെ. ആ മിമ്പറിൽ വെച്ച് അദ്ദേഹം ധരിച്ചിരുന്നതായ വസ്ത്രം അഴിക്കുകയുണ്ടായി. വഖലഅ സൗബൻ കാന അലൈഹി, അദ്ദേഹം ധരിച്ചിരുന്നതായ സൗബ് അദ്ദേഹം ഊരി. എന്നിട്ട് ഈ വസ്ത്രത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഒഴിഞ്ഞതുപോലെ മുഅ്തസിലി വിശ്വാസത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാണ്. അദ്ദേഹം അഷ്അരിയത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം അഷ്അരിയത്തിൽ നിന്നും ഇതേപോലെ ഒഴിവായി. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം അൽ ഇബാന ഫി ഉസൂലി ദിയാന എന്ന പേരിൽ ഒരു രചന തന്നെ നടത്തി. എന്നിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഖീദയിലാണ് താനെന്നും അഷ്അരി വിശ്വാസധാരയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു എന്നും അദ്ദേഹം അതിൽ വിശദീകരിക്കുകയുണ്ടായി. സഹോദരന്മാരെ, സഹോദരികളെ, ഇതൊരു മഹിത മാതൃകയാണ്. ബിദ്അത്തുകൾ, വിശ്വാസ വ്യതിയാനങ്ങൾ, ഇതൊക്കെയാണ് പാപങ്ങളെങ്കിൽ, കുറ്റങ്ങളെങ്കിൽ അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. അതിൽ നിന്ന് തൗബ ചെയ്യുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ കേടാക്കിയതെന്തോ അത് പരമാവധി നന്നാക്കാൻ പരിശ്രമിക്കണം. കൃത്യതയും വ്യക്തതയും വരുത്തുകയും വേണം. അത് ഉത്തരവാദിത്തമാണ്, അത് ബാധ്യതയാണ്. അത് എങ്ങനെ എന്നത് മനസ്സിലാക്കുവാനാണ് അബുൽ ഹസനുൽ അഷ്അരി അലി ഇബ്നു ഇസ്മായിൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തൗബ നമുക്ക് മാതൃകയാകുന്നത്.